കോടതി വിധി വന്നതിന് ശേഷം 15ാമത് തവണയാണ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കമ്മീഷനും അതേപോലെ തന്നെ പോലീസും ഒക്കെ എത്തുന്നത്. 14 പ്രാവശ്യവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ സമരവുമായി ഇറങ്ങിയിരിക്കുന്ന ചില ആളുകൾ അന്നവിടെ ജനപ്രതിനിധിയായിരുന്നു, അവിടെ MLA ആയിരുന്നു. അവരാരും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പോലും ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയോ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റായ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടൊരു കാര്യമോ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും തെരുവിലിറക്കാൻ വേണ്ടിയാണ്. ഇത് എത്രയോ വേഗത്തിൽ തീർക്കാവുന്ന വിഷയമായിരുന്നു. ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകളെ കഴിഞ്ഞുള്ളൂ. ഈ മണിക്കൂറിനിടയിലാണ് ഇവരുടെ വിഷയം ഗൗരവമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി പുനഃപരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായി വരികയോ ചെയ്തിരുന്നാൽ ആ നിലപാടിൽ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഇവിടെ ജില്ലയുടെ ചാർജുള്ള ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അല്ലാത്ത പക്ഷം ഇവരുമായി കൂടിയാലോചിച്ച് ഇവരെ വഴിയാധാരമാക്കാതെ ഇവരെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും ഈ സർക്കാർ ചെയ്യുക. ഇതിൽ നിന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് ഇവരെ വീണ്ടും വഴിയാധാരമാക്കാൻ വേണ്ടി കുറേ ആളുകളുടെ ശ്രമം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ അനിഷ്ട സംഭവങ്ങൾ ചെറിയ തോതിൽ കൊണ്ടുപോയത്. ഒരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുവാൻ കർശന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെയും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും എൻ്റെയും കൂടെ ഞങ്ങളുടെ രണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പോലീസിനെ പ്രൊവോക്ക് ചെയ്ത് അവിടെ ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ശ്രമം ആരും നടത്തേണ്ടതില്ല. ഈ പാവങ്ങൾക്ക് നേരെ ഒരു കാരണവശാലും പോലീസിൻ്റെ ഒരു അതിക്രമവും ഇനിയുള്ള ദിവസവും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തീർക്കേണ്ട വിഷയമായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കോടതി വിധി വന്നു. അപ്പോഴൊന്നും ഇടപെടാൻ ഗവൺമെൻറ് ഇല്ലായിരുന്നു, ഇവരാരും ഇല്ലായിരുന്നു. ഇപ്പോൾ UDF ഗവൺമെൻറ് ഇവരുടെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. ഇനി കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ അപ്പോൾ ആലോചിച്ചിട്ട് ഇപ്പോൾ ഈ ജില്ലക്കാരൻ തന്നെയാണ് മുഖ്യമന്ത്രി, ഈ പ്രദേശം നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശമനുസരിച്ച് ഇവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോടതി വിധി എതിരായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുനരധിവാസം ഒരുക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവർ അതിന് തയ്യാറായിട്ടുണ്ടോ? അല്ലാതെ അവരുമായിട്ട് നമ്മൾ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആദ്യമായിട്ട് ഒരു സർക്കാർ ഇവരുടെ കേസ് സർക്കാരിൻ്റെ ഉൾപ്പെടെ വാദമുഖങ്ങൾ കോടതിക്ക് മുമ്പിൽ നിരത്താനായിട്ട് പോവുകയാണ്. ഇതുവരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. കോടതിയുടെ കേസിൽ സർക്കാർ ഇതുവരെ ഇടപെട്ടിട്ടില്ല. സർക്കാർ അതിനകത്ത് ഇടപെടുമ്പോൾ സർക്കാരിൻ്റെ വാദമുഖങ്ങൾ കോടതി കേൾക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് അത് പ്രതികൂലമായിട്ട് വന്നാൽ അതിൻ്റെ പുനരധിവാസത്തെ സംബന്ധിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്ത് അപ്പോൾ തീരുമാനമെടുക്കും. എന്തായാലും അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണ്.